ഷീജാസ് ക്രിയേഷൻസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നമ്മുടെ വീട്ടിൽ പെരിച്ചാഴി ശല്യം കൊണ്ട് പൊറുതി മുട്ടിയവരാണ് കൂടുതൽ ആൾക്കാരും. അത് മാന്തി തുടങ്ങിക്കഴിഞ്ഞാൽ ഒരു രക്ഷയും കാണത്തില്ല. അപ്പോൾ അതിനെ നമുക്ക് എങ്ങനെ ഓട്ടിക്കാമെന്നുള്ള ഒരു കിടിലൊരു ടിപ്പുമായിട്ടാണ്. അതിന് നിങ്ങൾ വേറെ ഒരുപാട് കിടന്ന് കഷ്ടപ്പെടേണ്ട ആവശ്യമൊന്നുമില്ല. അതിന് ഒരിക്കലും വരാത്ത ഒരു ടിപ്പാണ് ഞാനിന്ന് കൊണ്ടുവന്നിരിക്കുന്നത്. വീഡിയോയിലേക്ക് പോകാം. ഇപ്പം എന്താ ഞാനിവിടെ എടുത്തു വച്ചിരിക്കുന്ന സാധനം, ഈ സാധനം എന്ന് പറയുന്നത് നമ്മുടെ വർക്ക്ഷോപ്പിലൊക്കെ കിട്ടുന്ന സാധനമാണ്. ഈ വെൽഡിങ് വർക്ക്ഷോപ്പിലും ഒക്കെ പോയി ചോദിച്ചു കഴിഞ്ഞാൽ കിട്ടും. ഇത് അവർ ഉപയോഗിച്ചിട്ട് ഇതിൻ്റെയൊക്കെ അവരുടെ ആ പണി കഴിഞ്ഞിട്ട് കിട്ടുന്ന വേസ്റ്റാണിത്. ഇതിൻ്റെ പേരാണ് കാർബൈഡ്. അപ്പം ഇതാണ് നമുക്ക് ആവശ്യം. ഇത് നമുക്ക് ഒരു പൈസയും കൊടുക്കേണ്ട ആവശ്യമില്ല, ചുമ്മാതെ ചോദിച്ചാലും അവർ തരും. പിന്നെ ഇനി ഹാർഡ്വെയർ കടകളിലൊക്കെ ആണെങ്കിൽ ഒരു 20-30 രൂപ കൊടുത്താൽ മതി. വർക്ക്ഷോപ്പിലൊക്കെ വെറുതെ കളയുന്നതിന് നമ്മൾ ചോദിച്ചാൽ അവർ ചിലവില്ലാതെ തരും. ഇതാണ് നമുക്ക് ആവശ്യം. അപ്പം ഞാനിപ്പം ഇതിവിടെ കുറച്ച് എടുക്കുകയാണ്. ഇപ്പോൾ ഇവിടെ കണ്ട, ഇവിടെ ഈ മതിലിൻ്റെ അവിടെ ഒരു വലിയൊരു തുരങ്കം ഉണ്ടാക്കി വെച്ചേക്കാണ്. അപ്പം ഇങ്ങനെ ഈ വങ്കൊക്കെ ഉള്ള ഭാഗങ്ങളുണ്ടല്ലോ, അവിടെയൊക്കെ പെരിച്ചാഴി എന്ന് പറഞ്ഞാൽ അറിയാമല്ലോ, നശിപ്പിച്ചിട്ടേ പോകത്തുള്ളൂ സർവ്വതും. അപ്പം ഇവിടെ ഞാൻ ഇപ്പം കാർബൈഡ് ഇങ്ങനെ കുറച്ച് ഇട്ട് കൊടുക്കുകയാണ്. ഈ വങ്കിൻ്റെ അവിടെ ഇങ്ങനെ നമ്മളങ്ങ് ഇട്ട് കൊടുക്കുകയാണ്. ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഇത് അലിഞ്ഞങ്ങ് പോകും കേട്ടോ. അപ്പോഴും തന്നെ നമ്മൾ കുറച്ച് വെള്ളം കൂടെ അങ്ങ് ഒഴിച്ചു കൊടുക്കണം. വെള്ളം ഒഴിച്ചു കൊടുത്തു കഴിഞ്ഞാൽ അപ്പോഴും തന്നെ നമ്മൾ കുറച്ച് മണ്ണ് അങ്ങ് ഇട്ട് കൊടുക്കണം. ഈ മണ്ണിട്ട് അങ്ങ് സീൽ ചെയ്ത് അങ്ങ് കൊടുക്കണം. ഇത് അതിൻ്റെ അകത്ത് പോയി അലിഞ്ഞ് അങ്ങ് അകത്തോട്ട് പോകും. ഇതിൻ്റെ സ്മെല്ല് കാരണം പെരിച്ചാഴിയൊന്നും ഇങ്ങോട്ട് വരത്തില്ല. ഇത് കുറച്ച് ദൂരം ഇത് അലിഞ്ഞ് അതിൻ്റെ ആ സ്മെല്ല് അങ്ങോട്ട് പോകും തോറും ഇതിൻ്റെ അപ്പുറത്ത് ഹോളുണ്ടെങ്കിൽ അതിൻ്റെ ആ വശത്തോട്ടുള്ള ഒന്നും ഇങ്ങോട്ട് വരത്തില്ല. ഇത് ഭയങ്കര എഫക്റ്റാണ്. നിങ്ങൾക്കിത് 10 പൈസ ചിലവില്ലാതെ കിട്ടുന്ന കാര്യമാണ്. കാർബൈഡിൻ്റെ ആ ഒരു സ്മെല്ല് കൊണ്ട് തന്നെ ഇത് വരത്തില്ല. അപ്പോൾ ഇത് നമ്മളിങ്ങനെ ഇടുമ്പം തന്നെ വെള്ളം ഒഴിക്കുമ്പോൾ ഒരു പുക പോലെ ആദ്യം ഇങ്ങനെ വരും. അപ്പോൾ ഇതുപോലെ മണ്ണങ്ങ് ഇട്ട് കൊടുത്താൽ മതി. എവിടെയെങ്കിലും വങ്കുണ്ടെങ്കിൽ കുറച്ച് ഇടുക, കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് മണ്ണിട്ടങ്ങ് മൂടി കൊടുക്കണം. അപ്പോൾ തീർന്നു കാര്യം. ഇങ്ങനെ നമുക്ക് പെരിച്ചാഴി തുരത്തി ഓട്ടിക്കാം. ആ പ്രദേശത്തോട്ട് പിന്നെ ഇതിൻ്റെ സ്മെല്ല് കിടക്കണോണ്ട് പെരിച്ചാഴി വരത്തില്ല. അപ്പോൾ നിങ്ങളെല്ലാവരും ഇങ്ങനെ ഒന്ന് ചെയ്ത് നോക്കണം കേട്ടോ. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്കൊക്കെ യൂസ്ഫുൾ ആണെന്ന് തോന്നുകയാണെങ്കിൽ ഇതുപോലത്തെ കാർബൈഡ് കൊണ്ടുള്ള ഇത് എല്ലാവർക്കും ഉപകാരപ്പെടുന്നതാണ്. അപ്പോൾ ഇത് യൂസ്ഫുൾ ആണെന്ന് തോന്നുകയാണെങ്കിൽ എൻ്റെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ, സപ്പോർട്ട് ചെയ്യണം. താങ്ക്സ് ഫോർ വാച്ചിങ്.